ശബരിമലയിലെ ചെമ്പുപാളിയിലാണ് 2019 സ്വർണം പൂശിയതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. അധിക സമയം പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നറിയില്ല. 2021 പീഠം സന്നിധാനത്ത് എത്തിച്ചത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് താൻ സംശയിക്കുന്നുണ്ട് എന്നും പത്മകുമാർ പറയുകയാണ്. 1999 ശേഷമുള്ള അല്ലെങ്കിൽ 2019 മുമ്പുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ അന്നത്തെ കാലത്തെ മുഴുവൻ പടങ്ങളും വിഷ്വൽസും ഒക്കെ ഉണ്ടല്ലോ. അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും കംപ്ലീറ്റ് അത് ചെമ്പ് തന്നെയാണ്. നോക്കുമ്പോൾ അതിന്റെ ആ പീഠത്തിന്റെ, അതായത് ഈ പീഠമായിട്ട് മാത്രമൊന്നുമില്ല, അതൊരു ഇൻബിൽറ്റ് ആണ്. അപ്പോൾ അത് അവിടെ ഒരു ചെറിയ വ്യത്യാസം പോലെ വന്നു. 2021 കൊണ്ടുപോയി ഈ 4.5 വർഷക്കാലത്തേതാണ് ഇയാൾ കൈവശം വെച്ചുകൊണ്ട് അയാളുടെ കയ്യിലില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് കാണുന്നില്ല എന്ന് അയാൾ തന്നെ വാദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചെമ്പുപാളിയല്ലേ. അപ്പോൾ വെറുതെ അതിലാകപ്പാടെ 49 പവനാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ 49.392 പവൻ, അതാണ് അതിലാകെയുള്ള സ്വർണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അയാളുടെ ഈ ചെമ്പ് പാളി ഉണ്ടെന്നും അതിന് ഇന്നതാണെന്നുള്ളതും അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുമ്പ് അയാൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു, അത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്ന്. 2021 കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ ഇപ്പൊ സംശയം വരികയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്ന പോലെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രതികരണം. അദ്ദേഹത്തിന്റെ കാലയളവിൽ സംഭവിച്ച കാര്യമാണ്. അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള പ്രതികരണങ്ങൾ അടക്കം മുൻ കമ്മീഷണറുടെ ഭാഗത്തടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2019 കൊണ്ടുപോയത്, 2021 തിരിച്ചു വെച്ചെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്നത് ഒന്നും കണ്ടിട്ടില്ല എന്നതാണോ ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പറയുന്നത്? അത് അദ്ദേഹം കൂടി കാണേണ്ടതും തൂക്കി നോക്കേണ്ടതുമായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ. സ്മൃതി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോൾ വിശദമാക്കിയത്, അതായത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നു. അത് തീരുമാനമെടുത്തത് ദേവസ്വം അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ, അതിന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ നിറം മങ്ങിയതാണ്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ദേവസ്വം ബോർഡ് കൂടിയാലോചിക്കുകയും എന്നാൽ പിന്നെ അത് അറ്റകുറ്റപ്പണി നടത്താമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. പക്ഷേ അന്നത്തെ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭക്തരൊക്കെ വഴിപാടായി നൽകിയിട്ടുള്ള സ്വർണം പൂശണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും പകരം ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസറെ ഏൽപ്പിക്കാമെന്ന് ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് പോവുകയുമായിരുന്നു. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ തിരുവോണത്തിനൊക്കെ സദ്യ സന്നിധാനത്ത് നടത്തുന്ന ആളൊക്കെയായിരുന്നു. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് അധികൃതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുള്ളത് എന്നാണ് എ പത്മകുമാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യം ഈ ദേവസ്വം ബോർഡുമായി സംസാരിക്കുകയും അങ്ങനെ ഇത് അറ്റകുറ്റപ്പണി നടത്തി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എ പത്മകുമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതായത് വിജയ് മല്യ എന്ന വ്യവസായിയാണ് സന്നിധാനത്തേക്ക് സ്വർണം പൂശുന്നതിന് അതിന്റെ ആവശ്യമായിട്ടുള്ള സ്വർണം 1999 നൽകിയത്. പിന്നീട് 2019 വരെയുള്ള സന്നിധാനത്തെ ചിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അതിന് സ്വർണം പൂശിയതായി കാണുന്നില്ല എന്ന് എ പത്മകുമാർ പറയുന്നുണ്ട്. അന്നത്തെ ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫുകളോ ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള ദ്വാരപാലക ശില്പങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. അത് ചെമ്പിലാണ് നിർമ്മിച്ചിരുന്നത്. ആ ചെമ്പ് കാലങ്ങൾ കൊണ്ട് അത് കറുത്ത നിറമാവുകയും അങ്ങനെയാണ് തിരുവാഭരണ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് പ്രകാരം അത് സ്വർണം പൂശിക്കഴിഞ്ഞാൽ കൂടുതൽ തിളക്കമുള്ളതായിരിക്കുമെന്ന രീതിയിലേക്ക് വന്നത്. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഈ തീരുമാനം എടുത്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 1999 വിജയ് മല്യ എന്ന വ്യവസായി ഈ സ്വർണം കൊടുത്തത് സംബന്ധിച്ചുള്ള കണക്കുകൾ, എത്ര സ്വർണ്ണമാണ് കൊടുത്തതെന്ന് സംബന്ധിച്ചുള്ള കണക്കുകളിൽ ഒരു തനിക്ക് വ്യക്തതയില്ല, അത് താൻ കണ്ടിട്ടില്ല എന്നും പറയുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്